നന്ദേട്ടാ, നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പിലുമാണ് എല്ലാ മുന്നണികളും, പ്രത്യേകിച്ചും കോൺഗ്രസ്. ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് കോൺഗ്രസിനെ ജയിപ്പിക്കാനുള്ള ലക്ഷ്യത്തിലാണ് സതീശൻ നീങ്ങുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കെ പി സി സിയിൽ ഒരു ചേരിയിൽ നിന്ന് സതീശനെതിരെ ഈ വിമർശനവും മുമ്പോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്ലാൻ 63, അതായത് 2021 കോൺഗ്രസ് നേടിയ സീറ്റുകൾ തിരിച്ചു പിടിക്കുക, ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് സതീശന്റെ പ്ലാൻ 63. ഇതിന് ഹൈക്കമാൻഡിന്റെ ഒരു അനുകൂല നിലപാട്, അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വിഭാഗം എതിർക്കുകയാണ്. അല്ല, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ ഒരു വിഭാഗം കറക്റ്റായിട്ട് യാഥാർത്ഥ്യബോധത്തോടെയായിരിക്കും. ഈ 63 എന്നൊക്കെ പറഞ്ഞൊരു സാങ്കല്പിക സംഖ്യയാണ് ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച്. കാര്യം ശരിക്കും എവിടെ നിന്ന് കോൺഗ്രസിന് 63 സീറ്റ് കിട്ടുക? ആ മണ്ഡലങ്ങളുടെ പേരെന്ന് പറയട്ടെ, ഏത് മണ്ഡലത്തിൽ നിന്നൊക്കെയാണ് കോൺഗ്രസിന് കിട്ടുക? ഒരു സാധ്യതയും കോൺഗ്രസിനില്ല. കാരണം കോൺഗ്രസിന് പണ്ട് 61 കിട്ടിയിരുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണ്. 63 പണ്ട് കിട്ടിയിരുന്നു. അന്ന് ലീഗിന് കിട്ടിയത് എൻ്റെ ഓർമ്മ 18 സീറ്റോ 21 സീറ്റോ മറ്റേ ലീഗിന് കിട്ടിയിരുന്നത്. ഇപ്പം ലീഗിന് 18 സീറ്റാണ്. അപ്പോൾ കോൺഗ്രസ് 63 എന്ന് പറയുന്നൊരു വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചാൽ ലീഗിന് അതുപോലെ ലക്ഷ്യം വെച്ചൂടെ? ഇന്ന് 18ഉം 21ഉമാണ് സംഖ്യയുള്ളത്. അപ്പോൾ ലീഗ് ചോദിച്ചാലോ, എല്ലാ ജില്ലകളിലും ലീഗിന് സീറ്റ് 2, 3, 4 സീറ്റ് വേണം എന്നാവശ്യപ്പെട്ട ലീഗ് പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം 54 സീറ്റാണ്. അങ്ങനെ വേണ്ടി പറയാമല്ലോ, ഈ 3 അവർക്കും പറയാമല്ലോ. അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. എനിക്കതിനകത്ത് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള എനിക്ക് പ്രതിപക്ഷ നേതാവിന് ഇത്തരം ഒരു ലക്ഷ്യം വെക്കാൻ അധികാരമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പിന്നെ മാത്രമല്ല പാർട്ടിക്കകത്തുള്ള അദ്ദേഹത്തിൻ്റെ സമവാക്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇത്തരം 63 സീറ്റ് ലക്ഷ്യം വെച്ചാൽ മാത്രമായിരിക്കാം അദ്ദേഹത്തിൻ്റെ പക്ഷത്തുള്ളവർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കുക. ആ സീറ്റ് കൊടുക്കാമെന്നൊരു വലിയ ഘടകമാണ്. കാരണം അങ്ങനെ കൂടുതൽ എല്ലാവർക്കും സീറ്റ് കൊടുക്കേണ്ടി വരും. ആ സീറ്റ് കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അവരാരും ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം നിർബന്ധമില്ല. കാരണം കോൺഗ്രസിൻ്റെ സ്വഭാവത്തിൽ എല്ലാവരും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവരാണ്. സീറ്റ് കൊടുക്കാത്തവരൊക്കെ ഗ്രൂപ്പ് മാറാനും വളരെ സാധ്യതയുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെയുള്ള ആളുകൾ നാളെ വേണമെങ്കിൽ ചെന്നിത്തല പക്ഷത്തേക്ക് പോവാം, ചെന്നിത്തല പക്ഷത്തുള്ളവർ വേണമെങ്കിൽ കെ സുധാകരൻ്റെ പക്ഷത്തേക്ക് പോവാം. അവരെങ്ങനെ വേണമെങ്കിലും വേണമെങ്കിൽ ഗ്രൂപ്പ് ഏത് വേണമെങ്കിലും മാറാം. സീറ്റ് കിട്ടിയാൽ മാത്രം നിലനിൽക്കുന്നവരാണ്. അപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നലെ തന്നെ ചർച്ചയെ കണ്ട സമയത്ത് 63 എന്ന് പറയുന്ന ടാർഗറ്റ് വെക്കുന്ന സമയത്ത് ശക്തമായിട്ട് എതിർക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. എന്ന് വെച്ചാൽ അവർക്കത് കിട്ടില്ല എന്ന് ഉറപ്പുണ്ട്. ഈ AP അനിൽകുമാറിനെ പോലുള്ളവരൊക്കെ ഈ രാഷ്ട്രീയ സമിതിയിൽ ഇക്കാര്യം വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അല്ല, എന്ന് മാത്രം ഇത് അവിടെ അല്ലാണ്ട് എവിടെയാണ് പറയേണ്ടത്? എനിക്ക് മനസ്സിലായത് ഈ സാധനം പറയേണ്ടത് പൊതുറോട്ടിൽ ഇറങ്ങിയിട്ടാണ് പറയേണ്ടത്. അങ്ങനെയൊന്നുമല്ല പറയുക. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒറ്റയ്ക്കെടുത്ത് ചർച്ച ചെയ്തില്ല, ഒറ്റയ്ക്കെടുക്കുന്നു. ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ വിഷയം വയ്ക്കുന്നത് ആരെങ്കിലും മനസ്സിലാവുന്ന സാധനം പൊന്തി വരിക, അങ്ങനെ ഒരു സാധനമാണല്ലോ അവതരിപ്പിക്കുക. അതാണല്ലോ ചർച്ചയിൽ വരിക. ഇവർക്ക് ഇത്രയും ജനാധിപത്യം കോൺഗ്രസിനുണ്ടായിരുന്നു. ഇപ്പൊ അടിയന്തരാവസ്ഥയുടെ കാലം ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് ഒറ്റയ്ക്ക് തോന്നിയ തോന്നലാണ് സിദ്ധാർത്ഥ ശങ്കറായിട്ട് പങ്കിട്ടത്. അവർ രണ്ടുപേരും കൂടിയാണല്ലോ തീരുമാനിച്ചത്. എന്നിട്ടാണല്ലോ രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിയിച്ചത്. എന്നിട്ടാണത് ഇംപ്ലിമെന്റ് ചെയ്തത്. പിറ്റേ ദിവസം കാലത്ത് 8 മണിക്കാണല്ലോ മന്ത്രിസഭാ യോഗം കൂടിയത്. അപ്പൊ അതൊന്നും അല്ല കാര്യം. ഇതൊന്നും അനിൽകുമാർ എന്നൊരു വിഷയമല്ല. അനിൽകുമാറിന് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അനിൽകുമാറിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 63 എന്നുള്ള ടാർഗറ്റിനകത്ത് ഞാൻ പെടും എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. അത് പെടാൻ സാധ്യതയില്ല എന്ന് ഏകദേശം പുള്ളിക്ക് വളരെ ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ പെടാത്ത ഒരു 63 വേണ്ട എന്നുള്ളത് മാത്രമാണ് അനിൽകുമാറിന്റെ ഉദ്ദേശം. എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് അങ്ങനെയാണ് ശരിക്കത്. ലക്ഷ്യമൊക്കെ നല്ല ലക്ഷ്യമാണ്, പക്ഷെ അത് പ്രവൃത്തിയിലെത്തിക്കാൻ കോൺഗ്രസിന് വളരെ പ്രയാസമുണ്ട്. ഇന്നത്തെ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു കോൺഗ്രസിനൊരു 40 സീറ്റിന് മേലെ പോകേണ്ടത് വളരെ ദുഷ്കരമാണ്. സീറ്റിന്റെ എണ്ണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ വലിയ രീതിയിലുള്ള സർക്കാരിനെതിരെ വിരുദ്ധ വികാരമുണ്ട്. ഈ സർക്കാരിനെതിരെ വിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വികാരമൊന്നും അല്ലല്ലോ അത്. കോൺഗ്രസിന് എത്ര വോട്ടുണ്ട് ഇപ്പോൾ ഒരു മണ്ഡലത്തില്? വലിയ പ്രതീക്ഷയുണ്ട് കോൺഗ്രസിന്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ജയിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടാൻ പറ്റി. അപ്പൊ മൊത്തത്തിലൊരു അനുകൂല സമീപനം, കോൺഗ്രസ് അനുകൂല സമീപനവും പിണറായി വിരുദ്ധത വല്ലാത്ത രീതിയിൽ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് സതീശൻ അനുകൂലമാക്കി മാറ്റും. ഇത് അനുകൂലമാകുകയാണെന്നുണ്ടെങ്കിൽ വേറെ സംഗതി, ചേലക്കര ജയിക്കേണ്ടതല്ലേ? ചേലക്കര ജയിച്ചില്ലല്ലോ. നല്ല ഭൂരിപക്ഷത്തിനാണല്ലോ അപ്പുറത്തുള്ള ആൾ ജയിച്ചത്. എന്ന് വെച്ചാൽ എല്ലാവരും സ്റ്റാറ്റസ് കോ നിലനിർത്തി എന്നുള്ളതാണ് ആ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. അതാണത്. ഈ കഴിഞ്ഞ ബൈ ഇലക്ഷൻസ് ഒക്കെ കേരളത്തെ സംബന്ധിച്ച് ആരുടെയായിരുന്നു മണ്ഡലം ആളുകൾ ജയിക്കാറുണ്ട്. അതിനപ്പുറത്തൊന്നും യാതൊരു പുതുമയിനകത്തില്ല. പിന്നെ തോക്കാത്ത പാർട്ടിക്കാരെ വോട്ട് ചെയ്യുക, തോക്കുന്ന പാർട്ടിക്ക്. തോക്കുന്ന ഉറപ്പ് വരുന്ന പാർട്ടിക്ക് പലരും വോട്ട് ചെയ്യില്ല. അതിന്റെ പേരിൽ മിക്കവാറും BJP പല സ്ഥലത്തും തോക്കുകയും ചെയ്യും. കാരണം അവർക്ക് വോട്ട് ചെയ്യണമെന്നൊരു വലിയ പ്രയാസം ആണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് 63 സീറ്റ് എന്നുള്ള ലക്ഷ്യം അതിമനോഹരമായിട്ട് ലക്ഷ്യമാണെങ്കിലും
എനിക്ക് തോന്നുന്നു നടക്കാത്തൊരു മോഹം എന്നുള്ളതിന്റെ അപ്പുറത്ത് അതിനെക്കുറിച്ച് ചിന്തയില്ല. അങ്ങനെ കോൺഗ്രസിന് 63 കിട്ടിയാൽ UDF-ന് 100 സീറ്റ് കിട്ടണം. അത്രയ്ക്ക് ഒരു അന്തരീക്ഷമൊന്നും കേരളത്തിൽ ഇല്ലല്ലോ. എന്ന് മാത്രമല്ല എവിടെയാണ് സീറ്റ് കൂടുതൽ കിട്ടുക എന്ന് മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് 40% വോട്ടുകൾ കേരളത്തിലുണ്ട്. ഈ 40% വോട്ടുണ്ടെങ്കിൽ അവർക്ക് മണ്ഡലങ്ങളിൽ പലതും പിടിക്കാവുന്നല്ലേ ഉള്ളൂ. അവർക്ക് വേണമെങ്കിൽ 63 വയ്ക്കാമല്ലോ. വീണ്ടും പിണറായി വിജയനെ മുമ്പോട്ട് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ വലിയ പ്രതീക്ഷ LDF-ന് വെക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. വേണമെങ്കിൽ ജയിക്കാം. കാരണം ഈ കേരളത്തിലെ ആരും ഒരു അഴിമതിക്കാരനാണ് പിണറായി വിജയൻ വിചാരിച്ച് വോട്ട് ചെയ്യാത്തവരില്ല, അല്ലെങ്കിൽ ഒരു അക്രമകാരിയാണെന്ന് വിചാരിച്ച് വോട്ട് ചെയ്യാത്തവരൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ കെ കരുണാകരൻ തോക്കണ്ടായല്ലേ? സംഭവിച്ചില്ലല്ലോ. നല്ല ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്. കോൺഗ്രസിന് 100-ൽ പരം സീറ്റ് കിട്ടിയ തെരഞ്ഞെടുപ്പില്. അപ്പൊ അതൊന്നും കേരളത്തിൽ വലിയ ഘടകമല്ല. കേരളത്തിലിപ്പോ ഇദ്ദേഹം പിണറായി വിജയൻ അഴിമതിക്കാരനാവട്ടെ അനന്ത, അങ്ങനെ അമേരിക്കയിൽ ചികിത്സിക്ക് പോട്ടെ അനന്ത, ഇതാണ് കേരളത്തിന്റെ പൊതുമനസ്സതാണ്. അപ്പോൾ സംഘടിതമായിട്ടുള്ള ഇവരുടെ പ്രസ്ഥാനത്തിന് എത്ര കരുത്തുണ്ടെന്നുള്ളതാണ് പ്രശ്നം. ആ കരുത്ത് CPM-നെ സംബന്ധിച്ചുണ്ട്. ആ കരുത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നത്തെ പരിധി വെച്ചിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. ഇല്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന മണ്ഡലം ഏതാ? ഹരിപ്പാടാണ്. ആ ഹരിപ്പാട് മണ്ഡലത്തിൽ ചെന്നിത്തല ജയിക്കുന്ന ഉറപ്പുണ്ടോ? യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ ചെന്നിത്തല അവിടെ വേണമെങ്കിൽ തോക്കാം. കമ്മ്യൂണിസ്റ്റുകാരൻ ഒന്ന് മനസ്സ് വരുത്തുകയാണെങ്കിൽ ചെന്നിത്തല അവിടെ 8 നില പൊട്ടും. അതിന് വളരെ സാധ്യതയുണ്ട്. ഈ കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യറൊക്കെ ഈ CJP ധാരണ, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി, BJP-കാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലൊരു ധാരണയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പുതിയ ഫ്രേസ് വരെ വന്നു, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി. ഈ ഒരു ധാര പിണറായി വിജയനെ സഹായിക്കുമോ നിയമസഭാ തെരഞ്ഞെടുപ്പ്? അല്ല, എനിക്കൊന്ന് ആ ധാരയിൽപ്പെട്ട ആളായിരിക്കും ചിലപ്പോൾ ഈ സന്ദീപ് വാര്യരൊക്കെ തന്നെ. കാരണം സന്ദീപ് വാര്യർ ഇപ്പൊ അവിടെ പോയിട്ട് കോൺഗ്രസ് ആയിക്കാണാൻ സാധ്യതയില്ല. അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അദ്ദേഹത്തിന് പഴയ ട്രാക്കിൽ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നാളെ അവിടേക്ക് വേണമെങ്കിൽ പോയിക്കൂടായൊന്നുമില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്ന CJP എന്ന് പറയുന്നത് അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ചിട്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ആ CJP അവിടെ നന്നായിട്ട് കോൺഗ്രസിൽ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നിലംപരിശാവും. കാരണം കോൺഗ്രസ് ആണെന്ന് പറയുന്നവരാരൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യൂല, അങ്ങനെയൊക്കെ വരാമല്ലോ. അപ്പൊ കോൺഗ്രസിന്റെ കൂടെ ആരൊക്കെയുണ്ട്? അവരൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ? ലീഗ് കോൺഗ്രസിന്റെ കൂടെ ഉണ്ടാവുമോ? അവർ കൂടെ ഘടകകക്ഷികൾ ആരൊക്കെയുണ്ട്? വലിയ പ്രശ്നമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. എന്ന് മാത്രമല്ല, കോൺഗ്രസിന് ഈ 10 സീറ്റ് കൂടുന്ന തോന്നൽ വന്നപ്പോഴത്തിനുണ്ടായിട്ടുള്ള മുഖ്യമന്ത്രി കസേരകൾ മോഹം. എത്ര പേര് മുഖ്യമന്ത്രിമാരാവാൻ നടക്കുന്നത്? 4-5 പേരുണ്ട് മുഖ്യമന്ത്രി വരാൻ നടക്കുകയാണ്. പാർട്ടി പ്രസിഡന്റിനെ മാറ്റാൻ വേണ്ടി തയ്യാറാവുകയാണ്. അത്ര ഉറപ്പുണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റിനെ മാറ്റൂല്ലല്ലോ. ഇത് പാർട്ടിക്ക് കരുത്തനാണെന്ന് ഉടനെ പുനഃസംഘടനാ യോഗം നടക്കുന്ന അതിനകത്ത് പാർട്ടി പ്രസിഡന്റിനെ മാറ്റുന്ന ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്ന കാര്യം പാർട്ടി ആലോചിക്കും. ഇത് കൂടി കഴിഞ്ഞിട്ട് ആരാ മുഖ്യമന്ത്രിയാവുക? രമേശ് ചെന്നിത്തലയാവുമോ? അത് വേണുഗോപാലാവുമോ? KC വേണുഗോപാലാവുമോ? VD സതീശന് ആഗ്രഹം ഉണ്ടാവാം. അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആഗ്രഹം, ഇനി പുതിയ ആഗ്രഹക്കാർ വരുമെന്നറിയില്ല. അല്ലെങ്കിൽ വനിതാ നേതൃത്വം വേണമെന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് വന്നാലും ഇപ്പോൾ വനിതകളാവാമല്ലോ. അതൊക്കെ ആവാം. വനിതകൾക്ക് വളരെ സാധ്യതയുണ്ട് കേരളത്തെ സംബന്ധിച്ച്. കാരണം കേരളത്തിൽ വനിതകൾ ഇന്നേ വരെ മുഖ്യമന്ത്രി ആയിട്ടില്ല. അപ്പൊ ഏതെങ്കിലും കേരളത്തില് രമ്യ ഹരിദാസ് അടക്കമുള്ള ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന് കേരളത്തിലെ മുഖ്യമന്ത്രി ആവണമെന്നുള്ള ആഗ്രഹം തോന്നിയാൽ തെറ്റൊന്നുമല്ലാതെ. കാരണം ഒരു വനിതയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ആകണം. എന്തുകൊണ്ട് വനിതാ മുഖ്യമന്ത്രി ആയിക്കൂടാ? കേരളത്തിലെ പോപ്പുലേഷൻ എത്രയാ? 1,88,00,000 പേര് വനിതകളാണ്. 1,64,00,000 പേരെ ഇവിടെ പുരുഷന്മാരുള്ളൂ. 24 ലക്ഷം ആളുകള് സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. എന്നിട്ട് സ്ത്രീ എന്ന് മുഖ്യമന്ത്രി ആക്കാത്ത കേരളത്തില് അങ്ങനെ ആക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റ് ആക്കേണ്ടതല്ലേ? എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ആത്രത്തിൽ ചിന്തിച്ചുകൂടായില്ല കേട്ടോ. ഒരുപക്ഷെ കേരളത്തിലെ ഈ പറയുന്ന സുധാകരനെയൊക്കെ മാറ്റിയിട്ട് വരാൻ പോകുന്ന ഏതെങ്കിലും വനിതയ്ക്ക് നമുക്ക് ചിലപ്പോൾ തോന്നാം ഇന്നൊരു പേര് നമ്മൾ പറയാം, ആ പേരൊന്നും പ്രസക്തി ഉണ്ടാവില്ല. ആരെങ്കിലും ഒരു പുതിയ വനിത കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ എല്ലാ സാധ്യതയുണ്ട്. ഒരു വനിതാ നേതൃത്വം കോൺഗ്രസ് ഉണ്ടാവണമെന്ന് പ്രിയങ്ക ഗാന്ധിക്ക് തോന്നലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ VD സതീശൻ നേരത്തെ തന്നെ ഒരു ഹിന്ദു വിരുദ്ധനാണ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രചരണം പല ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഹിന്ദു വിരുദ്ധതയൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും അടുത്തിടെയായിട്ട് അദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രധാനമായിട്ട് ശബരിമലയിൽ പോവുക, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിയ രീതിയിൽ നിറഞ്ഞാടുക, അതോടൊപ്പം തന്നെ സനാതനധർമ്മ വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും KPCC പ്രസിഡന്റിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റൊരു നിലപാട് പറയുക. സനാതനധർമ്മം രാജ്യത്തിന്റെ പൈതൃകമാണ്, അഭിമാനമാണ് എന്നൊക്കെ പറയുക. അല്ല, ഞാൻ മനസ്സിലാക്കുന്ന VD സതീശൻ നല്ലൊരു വായനയുള്ള ആളാണ്, സാമാന്യം കാര്യവിവരമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ K സുധാകരൻ പറഞ്ഞ പോലുള്ള മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ
പിണറായി വിജയൻ പറഞ്ഞ പോലെ വിഡ്ഢിത്തരങ്ങളൊന്നും അധികം പറയാൻ സാധ്യതയില്ല. കാരണം സനാതന ധർമ്മത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചിട്ട് വി ഡി സതീശന് നല്ല ബോധ്യമുണ്ട്. മാത്രമല്ല കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന സതീശൻ കൃത്യമായിട്ട് ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന, അമ്പലത്തിൽ പോകുന്ന, ഉത്സവങ്ങൾക്ക് പോകുന്ന, ഹിന്ദു ആചാരങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളാണ്. ആകെയുള്ളത് അദ്ദേഹത്തിന് NSSുമായിട്ട് SNDP ആയിട്ടുള്ള ബന്ധം അത്ര ഊഷ്മളമായിട്ടുള്ള ബന്ധമൊന്നുമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത്. സമുദായ നേതാക്കന്മാരായിട്ട് അതിപ്പോ ഈ സമുദായ നേതാക്കന്മാരെ എങ്ങനെയാണ് നാട്ടുകാർക്ക് അംഗീകരിക്കാൻ പറ്റിയപ്പോൾ? സമുദായ നേതാക്കന്മാർ ഏറെ പേര് കോൺഗ്രസിന്റെ ഗ്രൂപ്പിസത്തിന്റെ ആളുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, NSSന്റെ ആള് ഒരു ഗ്രൂപ്പിന്റെ ആളല്ലേ അയാള് സുകുമാരൻ നായർ. അതുപോലെ തന്നെയാണല്ലോ മറ്റേ എല്ലാ സമുദായത്തിന്റെയും കുടുംബ സേവാ സംഘം, ധീവരസേവ സഭ, അതേപോലെ തന്നെ വെള്ളാള മഹാസഭ, വിശ്വകർമ്മ മഹാസഭ തുടങ്ങിയ എല്ലാ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് കോൺഗ്രസ് ഈ ജാതി സംഘടനകള്. അപ്പൊ അവരായിട്ടൊന്നും വി ഡി സതീശന് നല്ല ബന്ധമായിരിക്കില്ല. അതിന് സതീശന്റെ കുഴപ്പം മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അത്. കാരണം ഇവരെല്ലാവരും ഗ്രൂപ്പ് സമവാക്യത്തിന്റെ ആളുകളാണ്, എ ഗ്രൂപ്പിന്റെ ആളുകളാണ് പലരും, അല്ലെങ്കിൽ ചെന്നിത്തലയുടെ ഗ്രൂപ്പിന്റെ ആളുകളാണ് പലരും. അപ്പൊ അതുകൊണ്ട് സതീശന് അവരുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമേ ഞാൻ ആ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഏതാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പൊ ഈ പറയുന്ന 63 സീറ്റ് എന്നുള്ള ലക്ഷ്യമൊക്കെ നല്ലതാണ്. ഭയങ്കര പ്രയാസമാണ്. ഒരു കാരണവശാലും എത്തൂല. പ്രയാസം എന്നല്ല, പ്രയാസം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എത്തിക്കാന്നൊക്കെ അർത്ഥം. ഇതങ്ങനൊന്നുമില്ല, എത്തൂല കേട്ടോ, ഒരു കാരണവശാലും വരില്ല. എങ്ങനെ കോൺഗ്രസിന് 50 സീറ്റ് തേക്കാൻ പറ്റില്ല? ഇപ്പൊ ഒരു സീറ്റിന് മണ്ഡലം പറയട്ടെ. ഇതിപ്പോ സതീശൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ മോഹമാണ്. അങ്ങനെ മോഹം പറയാൻ ഉള്ള ഒരു മനസ്സ് എല്ലാവർക്കും അധികാരമൊക്കെ ഉണ്ട്. ആ ഒരു മോഹം പറഞ്ഞു. അതിപ്പോ ഞാൻ പറയില്ല, ഇപ്പൊ BJP 400+ എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചു. കേരളത്തിലെ കെ സുരേന്ദ്രൻ പറഞ്ഞു ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഇതൊക്കെ മോഹങ്ങളാണ്. ആ തരത്തിലൊരു മോഹം വി ഡി സതീശനെ അവതരിപ്പിച്ചു. ചിലപ്പോൾ സീറ്റ് കിട്ടുമ്പോൾ അത് ചിലപ്പോൾ വേണമെങ്കിൽ ഈ 63 ചിലപ്പോൾ 36 ആവാം. അതിന് സാധ്യതയൊക്കെ ഉണ്ട്. അത്തരം സീറ്റൊക്കെ കിട്ടാം. അതുപോലെ തന്നെ ലീഗിന് കുറച്ച് സീറ്റ് കിട്ടാം. അതൊക്കെ കൂടി ഒരു 10, 50, 60 സീറ്റ്. ഇനിയിപ്പോ UDFന്റെ ലക്ഷ്യമാണോ ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അറിയില്ല കേട്ടോ. UDFന്റെ 63 ടാർഗറ്റ് എന്ന് വിചാരിച്ചെന്ന് പറയാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു വലിയൊരു ഗൗരവം കൊടുക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ അതിനകത്ത്. കാരണം അതിലില്ല, കോൺഗ്രസിൽ എതിർക്കുന്നവരൊക്കെ സീറ്റ് കിട്ടാത്തവരാണ്, കിട്ടില്ല എന്ന് ഉറപ്പുള്ളതിന്റെ പേരിലാണ്. ഏതായാലും വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.